അതിപ്പോ ഓസ്ലർ ഇറങ്ങി, ഹൃദയം ഇറങ്ങി, ഒന്ന് റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയല്ലോ. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്കൊക്കെ പോയപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? അത് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത കുറെ അതെ, ആ വർഷങ്ങളുണ്ടല്ലോ. സമയത്ത് കാരണം എന്താ വെച്ചാൽ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കോൺഫിഡൻസ് കുറവാകും. അതിന്റെ ഇടയിൽ കൂടെ ഇവരും കൂടെ കുറച്ച് ഡാർക്ക് തരുമല്ലോ. ഇപ്പൊ നാട്ടില് നാട്ടിൽ ബാക്കിയുള്ള ചെല്ലണല്ലോ. ആൾക്കാർ, ചില ആൾക്കാർ വന്നിട്ട്, എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ, ചില ആൾക്കാർ ഭയങ്കര അതെ. പോസിറ്റീവായിട്ട് ഇതിനെ കാണും. പക്ഷെ ചില ആൾക്കാർ വെറുതെ ചൊറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളോട് വന്നിട്ട് ഉം. വേണം വെച്ചിട്ട്, അത് ചിലപ്പോൾ നമ്മളെ ഹെർട്ട് ചെയ്യാനോ ഇതായിട്ടല്ല, പക്ഷെ അവർക്കൊരു സുഖം അതിൽ ആ. കിട്ടുമല്ലോ. എന്താ ഈ പടം ഒന്നും ആയില്ലേ എന്ന് വെച്ചിട്ട് ചുമ്മാ പോകുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ഉം. അപ്പൊ അങ്ങനെ ഞാൻ കുറെ കാലം സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയിട്ടില്ല. കാരണം നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ഫേസ് ബുദ്ധിമുട്ടാണ്. ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഇതുപോലെ ഇത് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ചെയ്യാം. അപ്പൊ അവരെയും ചുമ്മാ ബുദ്ധിമുട്ടിക്കേണ്ടത് വെച്ച് ഞാൻ കുറെ കാലം നാട്ടിലൊന്നും പോകാതൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ നാട്ടിലൊക്കെ പോയി ചുമ്മാ ഒന്ന് നടക്കും. ഒന്ന് ചായ കുടിക്കാനൊക്കെ ഒന്ന് അവിടെ ചായ ഇവിടെയൊക്കെ. കുടിക്കാനൊക്കെ ഇറങ്ങി. അപ്പൊ അതൊക്കെ തിരിച്ചു കേൾക്കുമ്പോ ഒരു സുഖം അതെ, അല്ലേ? ഇപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഓ, അതിലും ഉണ്ടല്ലേ. അപ്പൊ ദൃശ്യത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അതെ. അവിടെ പോകുമ്പോൾ ലാലേട്ടൻ എങ്ങനെയുണ്ട്, അങ്ങനെ എല്ലാവർക്കും അത്രയും അറിയാൻ അറിയാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ലാലേട്ടന്റെ കൂടെ വരുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്.